ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് ടോപ്പിക്ക് അന്നോട്ടേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ് അന്നോട്ടേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജാവ സ്ക്രിപ്റ്റിൽ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അവിടെ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആദ്യം നമ്മൾ var let അല്ലെങ്കിൽ കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് വേരിയബിൾ ഡിക്ലെയർ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കും. എക്സാമ്പിൾ നെയിം എന്നാണ് വേരിയബിൾ നെയിം എങ്കിൽ str നെയിം എന്ന് കൊടുക്കും. നമുക്ക് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈക്വൽ ടു ഇട്ടിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മളൊരു വേരിയബിൾ ജാവാസ്ക്രിപ്റ്റിൽ ഇനിഷ്യലൈസ് ചെയ്യാറ്. ഇനി ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ പാരാമീറ്ററോ അതിന്റെ റിട്ടേൺ ടൈപ്പോ സ്പെസിഫൈ ചെയ്യുമ്പം അതിന് നമ്മൾ ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ അന്നോട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്പൈലറിന് ആ ഒരു ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ്. അതായത് ഈ ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണൽ പാരാമീറ്ററിലേക്ക് ഈ ടൈപ്പ് ഡാറ്റ ആയിരിക്കും വരുന്നതെന്ന്. സോ നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ ടൈപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലിയർ ആയല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ബേസിക്കലി 4 ടൈപ്പ് അന്നോട്ടേഷൻസ് ഉണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിൽ. വേരിയബിൾ ടൈപ്പ് അന്നോട്ടേഷൻ, ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സും റിട്ടേൺ ടൈപ്പും ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഒബ്ജക്റ്റും അരയും ബേസ് ചെയ്തിട്ടുള്ള അന്നോട്ടേഷനും, യൂണിയനും ഇന്റർസെക്ഷൻ ടൈപ്സ് അന്നോട്ടേഷനും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വേരിയബിൾ ടൈപ്പ് അന്നോട്ടേഷൻ ആണ്. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന് അന്നോട്ടേഷൻ സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ്. ഇതാണ് അതിന്റെ ബേസിക് സിന്റാക്സ്. അതായത് ആദ്യം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ കീവേഡ് var let കോൺസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് അത് ഡിക്ലെയർ ചെയ്യുക, വേരിയബിളിന്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ഇതാണ് ഇതിന്റെ അന്നോട്ടേഷന്റെ സിന്റാക്സ്. കോളൻ ഇട്ടിട്ട് നമ്മൾ എന്താണോ ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ടത് ആ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണ് ചെക്ക് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ട്യൂട്ടോറിയലിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? സ്ട്രിങ്, നമ്പർ, ബൂലിയൻ. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും. അതേപോലെ ബൂലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 വാല്യൂസ് ആണ്, ട്രൂ ഫാൾസ് വാല്യൂസ്. അതേപോലെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ജാവയിലൊക്കെ പോലെ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിള്, ഇന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാറ്റഗറി ഉള്ളൂ. എല്ലാം ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അരയും കൊടുക്കാം. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ ഡാറ്റ ടൈപ്പും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിങ് ആണ്. ഞാനൊരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ആദ്യം ഞാൻ ലെറ്റ് കീവേഡ് സ്പേസ് എന്റെ സ്ട്രിങ്ങിന്റെ നെയിം കൊടുക്കുന്നത് str നെയിം എന്നാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു അന്നോട്ടേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്? കോളൻ ഇടുക, അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഈക്വൽ ടു ഇട്ടിട്ട് നമുക്ക് എന്താണോ ഇത് സ്ട്രിങ്ങിൽ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഞാൻ ഹലോ വേൾഡ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. str നെയിം. ഇനി പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇത് കമ്പൈൽ ചെയ്യും. എന്റെ കിട്ടുന്ന ജാവാസ്ക്രിപ്റ്റിന്റെ ഫയല് എക്സിക്യൂട്ട് ചെയ്യും. സോ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റീകമ്പൈലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നെക്സ്റ്റ് ഇതിൽ വന്നിട്ട് നോഡ് ജെഎസിന്റെ ഫയൽ റൺ ചെയ്യുന്നു. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് സ്ട്രിങ് വന്നിട്ടുണ്ട്. ഇനി സപ്പോസ് ഞാൻ ഈ സ്ട്രിങ് മാറ്റിയിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ സ്ട്രിങ്ങിന് പകരം ഇവിടെ ഒരു നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. ഇത് മൗസ് ഓവർ ചെയ്യുമ്പോൾ ടൈപ്പ് നമ്പർ ഈസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് സ്ട്രിങ്. അതായത് നമ്മൾ ഇവിടെ ടൈപ്പ് സ്ട്രിങ് ആണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്പർ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഈ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള എറേഴ്സ് നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഹലോ വേൾഡ് കൊടുക്കുവാണ്. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ഈ സ്ട്രിങ്ങിന്റെ വാല്യൂ റീഅസൈൻ ചെയ്യാം. അതായത് അനു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുവാണ്. എഗെയിൻ നമുക്ക് വന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അനു വന്നു. റീഅസൈൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ മൾട്ടി ലൈൻ ടെക്സ്റ്റ് കൊടുക്കാം. ഇനി ഞാൻ ഈ ഹലോ വേൾഡിന് പകരം ഒന്ന് അനു എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെക്കൻഡ് ഇനിഷ്യലൈസേഷൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റീവ് ആണ്. str പേഴ്സൺ എന്ന് കൊടുക്കാം നമുക്ക്. എഗെയിൻ അതിന്റെ അന്നോട്ടേഷൻ സ്ട്രിങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നു. ടൈപ്പ് സ്ട്രിങ് ആണ്. ഈക്വൽ ടു
ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ് ലിറ്ററൽ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് str നെയിം കൊടുക്കുവാണ്. ഇനി പ്രിഫിക്സ് ആയിട്ടൊരു ഹലോ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എഗെയിൻ വന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ str പേഴ്സൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടില്ലേ. ഇനി ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എൻഹാൻസ്ഡ് ഐഡി സപ്പോർട്ട് ആണെന്നല്ലേ. അതായത് നമ്മള് ഇപ്പൊ ഇതൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് അല്ലേ പേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കമ്പൈലർ ഇത് സ്ട്രിംഗ് ആണ് ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ ഐഡിയും അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്ട്രിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള JSന്റെ ബിൽറ്റിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ക്യാരക്ടർ കൺകാറ്റ്, ഇൻഡെക്സ് ഓഫ്, ഇതെല്ലാം സ്ട്രിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് അല്ലേ. ഇത് തന്നെ നമ്മൾ നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ക്യാരക്ടർ അക്ട് ഓഫ് 0th ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ ഹലോ HLA 0th ക്യാരക്ടർ. അപ്പൊ സ്ട്രിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും റിട്ടേൺ ചെയ്യും. ഇത്രയാണ് സ്ട്രിംഗിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റിന് ഒന്ന് കമന്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പറും സെയിം മെത്തേഡിൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ലെറ്റ് കീവേഡ് ഞാനിവിടെ എന്നാണ് നമ്പറിൻ്റെത് കൊടുക്കേണ്ടത്. അനോട്ടേഷൻ കൊടുക്കുക, അതിന്റെ ടൈപ്പ് നമ്പർ എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു ഇട്ടിട്ട് 100 കൊടുക്കുന്നു. എഗെയിൻ നമുക്ക് ഇതൊന്ന് കൺസോൾ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന നമ്പർ വന്നു. ഇത് നമ്മൾ സ്ട്രിംഗിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ബൂലിയൻ വാല്യൂ സെറ്റ് ചെയ്ത് നോക്കാം. എഗെയിൻ നമുക്ക് ആ പ്രീവിയസിൽ കണ്ട പോലെ തന്നെ സെയിം എറർ വന്നു. ദ ബൂലിയൻ ഈസ് നോട്ട് അസൈനബിൾ ടു നമ്പർ. അതായത് നമ്പർ ആയിട്ട് നമ്മൾ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റൂ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബൂലിയനിലാന്ന് പറഞ്ഞിട്ടുള്ള എറർ വന്നു. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും വരിക. ടു ഫിക്സ്ഡ്, ടു സ്ട്രിംഗ്, വാല്യൂ ഓഫ്, എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഇവിടെ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് റിട്ടേൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ബൂലിയൻ ചെക്ക് ചെയ്ത് നോക്കാം. സെയിം സിന്റാക്സ് തന്നെ. ഡിക്ലറേഷൻ ഞാൻ BLN സ്റ്റാറ്റസ് എന്നാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. കോളൻ ഇട്ടിട്ട് അതിന്റെ ടൈപ്പ് കൊടുക്കുക. ഈക്വൽ ടു ഞാൻ ട്രൂ ആണ് അതിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് ലോഗ് ചെയ്യാം. BLN സ്റ്റാറ്റസ് എഗെയിൻ നമ്മൾ ടെർമിനലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. പ്രീവിയസ്ലി കണ്ടപോലെ നമ്മൾ നമ്പർ അസൈൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ ആ ടൈപ്പ് എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്പർ ഈസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് ബൂലിയൻ. ബൂലിയന് നമ്പർ അസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എറർ ആയിരിക്കും വരിക. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഡാറ്റ ടൈപ്സ്. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് അന്നോട്ടേഷൻ ഒരു വേരിയബിളിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിലെ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താണ് ടൈപ്പ് ഇൻഫറൻസ് നോക്കാം. ടൈപ്പ് ഇൻഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തല്ലേ. പക്ഷേ സപ്പോസ് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ആ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. str നെയിം എന്ന് പറഞ്ഞ പ്രീവിയസ് വേരിയബിൾ തന്നെ കൊടുക്കാം. നമുക്ക് ഈക്വൽ ടു അനു എന്ന് മാത്രം സ്പെസിഫൈ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ വേരിയബിളിൽ മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിക്ലറേഷൻ കാണാം. ലെറ്റ് str നെയിം കോളൻ സ്ട്രിങ്. അതായത് നമ്മൾ ഇവിടെ ഇതിൽ സ്ട്രിങ് ആണെന്ന് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൽ അസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രിങ് ആയതുകൊണ്ട് കമ്പൈലർ ഇതിന്റെ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് കമ്പൈലർ അതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. str നെയിം ഇവിടെ കണ്ടില്ലേ അനു എന്ന് പറഞ്ഞു വന്നു. നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ കണ്ടു, എന്നാലും കണ്ടില്ലേ സ്ട്രിങ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ വന്നിട്ട് ഇതിനെ ഒന്ന് റീഇനിഷ്യലൈസ് ചെയ്യുവാണ്. അതായത് ഇതിന്റെ നെയിമിന്റെ വാല്യൂ ഞാൻ
100 ആക്കി മാറ്റി കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും വരിക? നമുക്ക് നേരത്തെ വന്ന പോലെ ആ എറർ വരും. നമ്പർ ഈസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് സ്ട്രിംഗ്. അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്ട്രിംഗ് ആയതുകൊണ്ട് കമ്പൈലർ എന്ത് ചെയ്തു? ഇതൊരു സ്ട്രിംഗ് വേരിയബിൾ ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനൊരു നമ്പറോ അല്ലെങ്കിൽ ബൂലിയൻ വാല്യൂ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സ്ട്രിംഗ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്ട്രിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലായിരുന്നെങ്കിലോ നിങ്ങൾ ഒരു വേരിയബിൾ ഒരു ടൈപ്പിൽ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ലേറ്റർ നമുക്ക് ഒരു കുഴപ്പമില്ല, റീഅസൈൻ ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ വന്നിട്ട് ഞാനിവിടെ 100 എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ 100 മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ പ്രത്യേകിച്ച് എറർ ഒന്നും വരുന്നില്ല അല്ലെ. ഇതാണ് ടൈപ്പ് സ്ക്രിപ്റ്റും ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടെ നമുക്ക് ആ പ്രീവിയസ് വീഡിയോയിൽ വന്നിട്ടുള്ള ബ്ലോക്ക് സ്കോപ്പഡിന്റെ എറർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഇത് എന്താന്നുള്ളത് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എറർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ബൂലിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ കൊടുത്ത പോലെ BLN സ്റ്റാറ്റസ് ഇക്വൽ ടു ട്രൂ എന്ന് അസൈൻ ചെയ്യുന്നു. എഗെയിൻ മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം അതിന്റെ കമ്പൈലർ ബൂലിയൻ വേരിയബിൾ ആയിട്ട് ഇതിനെ ഡിറ്റർമൈൻ ചെയ്തു. അതേപോലെ നമുക്കൊരു നമ്പർ വേരിയബിളിനെയും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നോട്ട് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വന്നത്. നമുക്ക് ജസ്റ്റ് കൺസോൾ ചെയ്യാം. കണ്ടില്ലേ, ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നു. അതേപോലെ ഇതിനെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബൂലിയൻ ആയിട്ട് എടുത്തു, അതേപോലെ ഇത് നമ്പർ ആയിട്ട് എടുത്തു. അപ്പം ടൈപ്പ് സ്ക്രിപ്റ്റില് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം അതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ടൈപ്പ് സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ അസൈൻ ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോഡ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്തോളൂ. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിലെ എനി ടൈപ്പ് എന്താ നോക്കാം. ഇപ്പൊ നമ്മൾ 3 ബേസിക് ടൈപ്പുകൾ പ്രിമിറ്റീവ് ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, സ്ട്രിങ്, നമ്പർ, ബൂലിയൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഇത് കൂടാതെ ഒരു ടൈപ്പാണ് എനി ടൈപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ബേസിക് കോൺസെപ്റ്റിലെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താ? അത് വേരിയബിളിന് ഒരു ടൈപ്പ് അസൈൻ ചെയ്യൂലേ, അതിനെ ബൈപ്പാസ് ചെയ്ത് കളയും. അതായത് ഇപ്പൊ ഒരു കേസ് വരുവാണ്, നമ്മൾ നമ്മുടെ ഓൾഡ് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു കേസ് വന്നു, അതായത് എനിക്ക് ഈ ഒരു വേരിയബിളിന് ഏത് ഡാറ്റ ടൈപ്പും സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ ഒരു സ്പെസിഫിക് ടൈപ്പ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരു പ്ലേസ് ഹോൾഡർ പോലെ ഒരു ടെമ്പററി ആയിട്ടൊരു സൊല്യൂഷൻ പോലെ ചെയ്യാൻ പറ്റും ഈ എനി ടൈപ്പ് വെച്ചിട്ട്. അതായത് എന്താ, എനി ടൈപ്പ് വെച്ച് സ്പെസിഫൈ ചെയ്യുന്ന വേരിയബിളിന് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂം അസൈൻ ചെയ്യാൻ പറ്റും. അതിനൊരു സ്പെസിഫിക് ടൈപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ലൈബ്രറീസ് നമ്മുടെ പ്രൊജക്റ്റിൽ വന്നു. അപ്പം ചിലപ്പോൾ അവര് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം? നമുക്ക് എനി ഡാറ്റ ടൈപ്പ്, എനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ API റിക്വസ്റ്റ് എന്ന് വരുന്ന ഡാറ്റ, അവിടെയൊക്കെ ഈ നമുക്ക് സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ പറ്റാത്ത കേസ് ഉണ്ടാവില്ലേ. അത് കേസിൽ എന്താവും? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് കമ്പൈലേഷൻ ടൈമിൽ തന്നെ എറർ ക്യാച്ച് ചെയ്ത് ഫിക്സ് ചെയ്യാന്നുള്ളത് ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. ഇവിടെ അഗെയിൻ നമുക്ക് റൺ ടൈമിലായിരിക്കും ആ എറർ ത്രോ ചെയ്യുക, നമ്മളത് ഫിക്സ് ചെയ്യേണ്ടി വരും. ബേസിക്കലി എനി ഡാറ്റ ടൈപ്പ് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ടൈപ്പ് ചെക്കിംഗ് പ്രോപ്പർട്ടി, ആ ടൈപ്പ് ചെക്കിംഗ് കൺസ്ട്രെയിനിലെ അതിനെ ഡിസേബിൾ ചെയ്യും. അത് ഫംഗ്ഷനിലോ വേരിയബിളിലോ പ്രോപ്പർട്ടിയിലോ എവിടെയാണെങ്കിലും ആ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൺസ്ട്രെയിനെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഡിസേബിൾ ചെയ്യും. അഗെയിൻ നമുക്ക് അൺസേഫ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഡിന്റെ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റി ഒക്കെ പോയിട്ട് റൺ ടൈം എറേഴ്സിന് ചാൻസ് ഉള്ള അൺസേഫ് കോഡായിട്ട് നമ്മുടെ കോഡ് മാറും. കൺഫ്യൂഷൻ ആണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് നേരത്തെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലെറ്റ് കീവേഡ് അല്ലെങ്കിൽ വാർ കീവേഡ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ നെയിം കൊടുക്കുക. ഞാൻ str നെയിം എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കോളൻ ഇട്ടിട്ട് അതിന്റെ ടൈപ്പ് എനി ആക്കി കൊടുക്കുക. അതായത് അനോട്ടേഷൻ എനി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് ഞാനിവിടെ അനുന്ന് ഫസ്റ്റ് വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. അഗെയിൻ ജസ്റ്റ് ഇതിനൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. ഇവിടെ അനു എന്ന് വന്നിട്ടുണ്ട്.
എഗെയിൻ ഞാൻ ആ എക്സ്പോർട്ട് സ്റ്റേറ്റ്മെന്റിനെ റിമൂവ് ചെയ്തു. ഇവിടെ അനു എന്ന് വന്നിട്ടുണ്ടല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ STR നെയിമിന് അനുവിന് പകരം ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇതിനെ റീഇനിഷ്യലൈസ് ചെയ്യുവാണ്. ജസ്റ്റ് എന്റെ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ സ്ട്രിങ് കൊടുത്തിട്ട് നമ്മൾ നമ്പർ അസൈൻ ചെയ്യുമ്പോൾ എറർ അല്ലായിരുന്നു വന്നത്. അപ്പൊ നമുക്കൊരു ഇഷ്യൂ ഇല്ല. ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെയായില്ലേ നമ്മുടെ കോഡ്. പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയായി. എഗെയിൻ നമുക്ക് ഇത് ഈക്വൽ ടു ട്രൂ അസൈൻ ചെയ്താലോ അപ്പോഴും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ട്രൂ ആയിരിക്കും കൺസോളിൽ വരിക. അപ്പൊ ഇതിനകത്ത് എന്താ, നമ്മുടെ കോഡ് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഡിസേബിൾഡ് ആയി, അതായത് എല്ലാ കൺസ്ട്രെയിനും ഡിസേബിൾഡ് ആയി. നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ വേരിയബിൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയായി നമ്മുടെ കോഡ്. ഇനി എഗെയിൻ ജസ്റ്റ് ഞാനിത് ഇനി മാറ്റിയിട്ട് ഒന്ന് സ്ട്രിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ആ എറേഴ്സ് എല്ലാം ഇവിടെ പോപ്പപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇനിയും അതേപോലെ നമ്മുടെ നോർമൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അനോട്ടേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ ഇപ്പൊ നമുക്ക് ഇത് ഒരു STR നെയിം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഞാൻ കോൾ ചെയ്താൽ പോലും എന്ത് ചെയ്യില്ല, ഇവിടെ എറർ ഒന്നും വരില്ല. ഇത് റൺ ടൈമിലായിരിക്കും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് എറർ കിട്ടുക. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, STR നെയിം ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇതൊക്കെ വരുന്നത് റൺ ടൈമിലായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായില്ലേ. എല്ലാം നമുക്ക് ഇപ്പൊ സാധാരണ ജാവയിലൊക്കെ പോലെ തന്നെ കമ്പൈൽ ടൈമിൽ തന്നെ മാക്സിമം എററിനെ എക്സ്പ്ലോർ ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേരിയബിളിന്റെ അനോട്ടേഷനും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കിയത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇത് പഠിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.